അമ്മാവന് ഉരയ്ക്കണം. അമ്മാവന് ഉരച്ചു കൊടുത്തു, നന്നായിട്ട് ഉരച്ചു കൊടുത്തു അമ്മാവന്. അമ്മാവന് ബാക്കി ഇനി അമ്മാവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടാൻ പാകത്തിനുള്ള പരിപാടി ഒപ്പിക്കട്ടെ. മഴയൊക്കെ ആണല്ലോ, നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വീട് വരെ ചെല്ലാനുള്ള ഒരു ക്ഷമ ഈ ഒരു കിളവനില്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ ബസ്സിൽ കയറിയിരുന്ന് തൊട്ടടുത്തിരുന്ന പെങ്കൊച്ചിൻ്റെ മുൻഭാഗത്തിട്ട് കൈയിട്ടൊരസി അവൻ്റെ കഴ തീർക്കാൻ അവൻ ശ്രമിച്ചു. അതിനാണ് ആ പെണ്ണിൻ്റെ തൊട്ടപ്പുറം ഇരുന്ന ആ പെൺകുട്ടിയുടെ ചേച്ചിയുടെ ഇന്ന് ദേ ഒരു നാണവും ഇല്ലാതെ കള്ളക്കിളവൻ തല്ല് മേടിച്ചിരിക്കുന്നത്. സംഭവം ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ബാക്കി ഞാൻ നല്ല വിശദീകരിച്ചു പറഞ്ഞു തരാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ കാണാൻ പറ്റും, അവിടത്തേലും ഒരു ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് പോകാം. ഞാൻ ഈ 70കളിലും അല്ലെങ്കിൽ 80കളിലും ഒക്കെ ജനിച്ച അപ്പൂപ്പന്മാരും അമ്മൂമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഈ 90ലെയും ഈ 2000ത്തിലെയൊക്കെ കുട്ടികൾക്കാണ് ഈ അഹങ്കാരം കൂടുതൽ. അവന്മാർക്കാണ് ഈ കൂടുതൽ മറ്റേ ഓരോന്നൊക്കെ വലിച്ചു കയറ്റിയും കുത്തി കയറ്റിയിട്ടൊക്കെ ഇവിടെ പല വൃത്തികേടുകളും ചെയ്യുന്നതെന്ന് പല ആളുകളും പറഞ്ഞ് നിങ്ങൾ തന്നെ കേട്ട് കാണും. ഞാൻ അപ്പോഴൊക്കെ പറയുമായിരുന്നു, ഓക്കെ സംഭവിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിലും ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് 70കളിലും 80കളിലും ഒക്കെ ജനിച്ചവരും അത്ര ഡീസൻ്റ് ആണ്, മൊത്തത്തിൽ അങ്ങ് ക്ലീൻ ആണ്, അവരൊന്നും ഒരു തെണ്ടിത്തരവും കാണിക്കുന്നില്ല എന്ന് പറയുന്നവരോട് യോജിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എക്സാമ്പിൾ ആണ്. നല്ല പ്രായമുണ്ട്, ഏതാണ്ട് 80ലോ 85 87 കണ്ടൊക്കെ ജനിച്ചൊരു കിളവനാണ് ഈ കാട്ടായം കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും നാറികൾ നമ്മുടെ നാട്ടിലുണ്ട്, എല്ലാ കാലഘട്ടത്തിലും. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. മോംസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞാൻ അങ്ങനെ സ്ഥിരം ഫോളോവർ ഒന്നുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നിട്ടാണ് ഞാൻ ഈ സാധനം കാണുന്നത്, ഈ ഒരു വീഡിയോ. അപ്പോൾ 2 പെൺകുട്ടികൾ അവർ ബസ്സിൽ യാത്ര ചെയ്യുമ്പം KSRTC അല്ല, പ്രൈവറ്റ് എന്തോ ആണെന്ന് തോന്നുന്നു, ബസ്സിൽ അതോ സ്വിഫ്റ്റ് ആണെന്ന് തോന്നുന്നു, സ്വിഫ്റ്റ് ബസ്സാണെന്ന് തോന്നുന്നു. അതിലെന്തോ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് വന്നിരുന്ന കിളവൻ അയാൾ കാണിക്കുന്ന കുൽസിതം അയാൾ സമ്മതിക്കുന്നുണ്ട്, അയാൾക്ക് തെറ്റു പറ്റിയെന്ന്. അല്ലാതെ ഇനിയിപ്പോൾ ആരും ചാടിക്കേറി പറഞ്ഞ് മറ്റേ പുകഴ്ത്താനൊന്നും വരണ്ട, അയ്യോ പാവം അപ്പൂപ്പൻ അയാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട. അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട് തെറ്റു പറ്റിയെന്ന്. ഇതുപോലുള്ള കള്ളക്കിളവനെ പറ്റി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള വൃത്തികേടുകളെ നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അറിയാതെ ചിലപ്പോൾ നല്ല നല്ല വാക്കുകൾ വായിന്ന് വീണു പോവും. ക്ഷമിക്കുക. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ അടുത്തിരുന്ന് ഈ വീഡിയോ കാണാതിരിക്കുക. ചിലപ്പോൾ വായിന്ന് വീണു പോയി, ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല എനിക്ക്. എന്താണെങ്കിലും ആ പിള്ളേർ തന്നെ പറയുന്ന വീഡിയോ, അത് അവർ പറയുന്ന കാര്യങ്ങൾ, അവരിലൂടെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ അറിയും. എന്നിട്ട് ഞാൻ ബാക്കി കിളവിന് കൊടുക്കാനുള്ള ഞാൻ കൊടുക്കാം, നിങ്ങൾ കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ഒരു പ്രായമായ ഒരാൾ എൻ്റെ അനിയത്തിയോട് മോശമായി പെരുമാറി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, അയാൾ അനിയത്തിയുടെ പ്രൈവറ്റ് ഭാഗത്ത് തൊടാൻ വരുന്നൊരു ഭാഗം. ഇത് ഒരു കുട്ടിക്ക് മാത്രമല്ല, നമുക്ക് പല കുട്ടികൾക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും അത് ബാക്കിലോട്ട് മാറി നിന്ന് പോത്തേ ഉള്ളൂ. കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരു മറുപടി തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അത് അവന്മാർക്ക് പിന്നെയും ആ ഒരു മനുഷ്യർക്ക് പിന്നെയും അതിലോട്ട് അവർക്ക് കുഞ്ഞുങ്ങളെ എന്ത് കാണിക്കണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്വഭാവം പിന്നെയും അവർ വളർത്തിക്കൊണ്ട് വരും. അതുകൊണ്ട് പബ്ലിക്കിൽ തന്നെ അവർ ചെയ്ത പ്രവൃത്തിക്ക് പബ്ലിക്കിൽ തന്നെ മറുപടി കൊടുക്കണം. അതാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ ആര് പേടിച്ച് ബാക്കിലോട്ട് പോവാതെ ആ സമയത്തുള്ള മറുപടി ആ സമയത്ത് തന്നെ അവന് കൊടുക്കുക തന്നെ വേണം. ആ പെങ്കൊച്ചിനൊരു കയ്യടി. ആ പെങ്കൊച്ച് കിളവന്റെ കാരണം നോക്കി പൊട്ടിച്ചു, ആ പെങ്കൊച്ചിനൊരു കയ്യടി. അതാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അല്ലാതെ അവളെ ഇനി എടുത്തിട്ട് വിമർശിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഇപ്പൊ ചില ആളുകൾ പറയും, അയ്യോ എന്തിനാണ് അങ്ങനെ ചെയ്തത്, പോലീസുകാരെ വിളിച്ച് പോലീസിന് കൊടുക്കണ്ടായിരുന്നോ, തെറ്റായിരുന്നല്ലോ കാണിക്കുന്നത്. ഞാൻ പറയത്തില്ല, പറ്റത്തില്ല എനിക്കങ്ങനെ പറയാൻ. കൊടുത്തത് വളരെ നന്നായിട്ടുണ്ട്, അങ്ങനെ തന്നെ വേണം ചെയ്യാൻ. പിന്നെ കിളവനോട് പറയാനുള്ള പറയാവേ, ആ പുന്നാര നായിൻ്റെ മോനോട് നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പ് അതിൻ്റെ അപ്പുറം ഇരിക്കുന്ന 1-2 ചേട്ടന്മാരുണ്ട്. അവിടെ ഈ പെൺകുട്ടി എണീറ്റ് വന്ന പെൺകുട്ടിക്കല്ല മോശം അനുഭവം ഉണ്ടായത്. അതിൻ്റെ തൊട്ടിപ്പുറ ഇവരുടെ ഈ പെങ്കൊച്ചിൻ്റെ ഈ ചേട്ടൻ്റെ നടുക്ക് ഈ പടി കൊടുത്ത പെങ്കൊച്ചിൻ്റെ സിസ്റ്റർ അനിയത്തി ഇരിപ്പുണ്ട്. ആ പെങ്കൊച്ചിനോടാണ് ഈ കിളവൻ കണ്ടല്ലോ കൈവച്ച് കാണിക്കുന്നത്. അപ്പം എന്താണെങ്കിലും ഈ പെങ്കൊച്ച് എണീറ്റ് വന്ന് കർണത്തിലിട്ടൊരെണ്ണം പൊട്ടിച്ചപ്പോഴും അപ്പുറം ഇപ്പുറയൊക്കെ അതിൻ്റെ തൊട്ടപ്പുറയൊക്കെ ഒരു പൊട്ടൻ, ഒരു ചെറുക്കൻ, എനിക്ക് തോന്നുന്നു 10-20-21 വയസ്സ് കാണും, കണ്ണാടിയൊക്കെ വെച്ചിരിപ്പുണ്ട്. അതിൻ്റെ അപ്പുറം ഒരു കിളവനും ഒക്കെ ഇരിപ്പുണ്ട്. ഒന്ന് എണീറ്റിട്ട് എന്താ മോളെ എന്നൊന്ന് ചോദിക്കുക.
ബാക്കി കാണു. വെള്ള കുപ്പായം വെള്ള ഉടുപ്പിട്ടോണ്ട് വന്ന് ഇവിടെ കോപ്പറം കാണിക്കല്ലേടാ നീ. നിനക്ക് കാണോ, നിനക്ക് കാണോ, തെളിവ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ എടുക്കണേ സംസാരിക്കുന്നത്. അച്ഛന്റെ പ്രായമായി പോയി കേട്ടോ, ഇത്രയും കൊണ്ട് ഒതുക്കിക്കോ. ഞാൻ പറഞ്ഞേക്കാം, സൈക്കിളിൽ ഒരു പരിധി കൊണ്ടാ. നീ കയറ്റി എവിടെ കയറ്റി, നീ തുണി അഴിച്ചറിഞ്ഞോ നിനക്ക്, അഴിച്ചറിഞ്ഞോ നിനക്ക്. ചേട്ടനിപ്പോ ഇതൊരു കുഴപ്പം ശ്രദ്ധിച്ചില്ലേ, ഞങ്ങളെ ശ്രദ്ധിച്ചില്ലേ കേട്ടോ. ഏത് പബ്ലിക് ഫോം ആയാലും ഒരു സംസാരിക്കണമെങ്കിൽ പെണ്ണുങ്ങൾ വെറും ഊച്ചാളികളായി പോകും കേട്ടോടാ. നീ എന്താ വിചാരിച്ചേ, വെറുതെ വീട്ടിൽ അഴിച്ചു വിട്ടേക്കുവാണെന്നോ? തന്റെ ഉണ്ടായിട്ടല്ലേ സ്ഥലം പോണത്. സൈക്കിളിൽ പരിധിയുണ്ട്, കുറെ നേരായി. കൈ മെത്തയാണോ അവിടെ വെക്കാനായിട്ട്? മെത്തയാണോ നിന്റെ അമ്മയ്ക്കുണ്ടോ? മെത്തയുണ്ടോ നിന്റെ അമ്മയ്ക്ക്? അതിന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ. നീ ഓരോരുത്തരെ കെട്ടി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, ഉണ്ടാവും. ചെല്ല്, അല്ലെങ്കിൽ മുടിപ്പിക്ക് ചെല്ല് മെത്ത. സൈക്കിളിൽ പരിധിയുണ്ട് മോനെ, അത് തള്ളയായാലും തന്തയാണെങ്കിലും. എന്ത് സോറി കാണിക്കേണ്ട കാണിച്ചിട്ട് സോറി വയ്ക്കുന്നോ? വെട്ടിന് വന്ന കനാലുണ്ട്, വിട്ട് എറിയോ നിന്നെ വേണ്ടത് നീ കാണിക്കുന്ന പ്രവർത്തിക്ക്. ക്ഷമ. അതിൻ്റെ മോൻ ക്ഷമ ചോദിച്ചേക്കുന്നു. ഇങ്ങനെ തന്നെ വിളിക്കണ്ടേ അവനെ? ഇതല്ല വിളിക്കേണ്ടത്, ഇതിൻ്റെ അപ്പുറമാണ് വിളിക്കേണ്ടത്. കൂടുതലും ഞാൻ വിളിക്കുന്നില്ല. പിള്ളേരൊക്കെ ചിലപ്പോൾ ഇനി അഥവാ അടുത്തെങ്ങനെ ഇരിപ്പുണ്ടെങ്കിലോ നിങ്ങളുടെ, അതുകൊണ്ട് ഒന്ന് കൺട്രോൾ ചെയ്യുകയാണ്. ഇവനെ എന്താ വിളിക്കേണ്ടത് നിങ്ങൾ പറ. ലാസ്റ്റ് മാപ്പ് ചോദിച്ചിരിക്കുന്നു. ഇനി ഇവരെ ആരും എടുത്ത് പൊക്കി തല വെക്കാൻ വരണ്ടേ, മെൻസ് അസോസിയേഷൻ ഉൾപ്പെടെ. ഇപ്പം പാവമാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. ക്ഷമിക്ക്. ഇവൻ്റെ വീട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇവൻ്റെ മുഖം കാണിച്ചല്ലോ ഞാൻ തമ്മിലും വേണമെങ്കിൽ വെണ്ടക്ക രീതിയിൽ തന്നെ ഞാൻ വെച്ചേക്കാം ഇവൻ്റെ മോന്ത. ഇവൻ്റെ വീട്ടുകാർ കാണണം. വീട്ടുകാർ കണ്ടിട്ട് ഇവന് മക്കളൊക്കെ കാണും. വല്ല മുള്ളുമുരിക്കലും കൊണ്ട് കയറ്റ് തന്തേ, അല്ലെങ്കിൽ മുറിച്ച് കളാ. അതാണ് ചെയ്യേണ്ടത്. ഇവൻ്റെ ആ കിളവൻ്റെ മോളുടെ പ്രായം കാണും ആ നടുക്കിരുന്ന കൊച്ചിന്. ആ കൊച്ചിനും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊക്കെ കേൾക്കാം. മോളുടെ ആ കൊച്ചിനോടാണ് ഈ നാറി പരിപാടി കണ്ടത്. ഇവരോടൊക്കെ എന്താ പറയണ്ടേ? ഇത് ഒരാൾ മാത്രമൊന്നുമല്ല, ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്. ഈ മറ്റേ എന്താണ് 70s 80s 87 86 വല്ലതും ജനിച്ച കിളവനായിരിക്കും. ഇനിയിപ്പോൾ ആ ഒരു കാറ്റഗറി ആ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല കേട്ടോ, ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് കണ്ടല്ലോ സവാദ്, 1.5 വർഷം 2 വർഷം കണ്ടായില്ലേ, കണ്ടതാ നമ്മൾ. അതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും ഇതുപോലുള്ള നാറികളുണ്ട്. ഇവന്മാരെയൊക്കെ ഇല്ലാതെയാക്കണമെങ്കിൽ ഒരു പരിധി കൂടുതൽ ഇല്ലാതാക്കാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്നാലും ഒരു ചെറിയ പേടി ഇവനൊക്കെ വരണമെങ്കിൽ ഇവനെയൊക്കെ നല്ല രീതിയിൽ ശിക്ഷിക്കണം, അകത്തിട്ട് കൊടുക്കണം. ഇവൻ്റെയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചാട്ടവാറിനടിക്കണം. ഇവൻ്റെയൊക്കെ ആസ്ഥാനം നോക്കി ഉറുമ്പിനെ കയറ്റി വിടണം. അങ്ങനെയൊക്കെ വേണം ഇവനോടൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം, പക്ഷെ ഇതൊക്കെയാണ് ഇവനോടൊക്കെ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം സുഖമായിട്ട് ആ പെങ്കൊച്ചും കൂടുതൽ പ്രശ്നമൊന്നും ആകില്ല, ചെവിക്കെല്ലാം നോക്കി ഒരെണ്ണം കൊടുത്തു ഇറക്കി അങ്ങ് വിട്ടു, തന്തയുടെ പ്രായമുണ്ട് അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ കൊടുക്കണം. ആ പെങ്കൊച്ച് ചെയ്തതിനകത്ത് തെറ്റൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഇവനെ പോലീസിലും കൊടുക്കണമായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. പക്ഷേ അവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ഒരു ചെറുക്കനൊക്കെ ഇരിപ്പുണ്ട്, യുവതലമുറയാണ് തൊട്ടപ്പുറം ഇരിക്കുന്നത്. ഒരു കണ്ണാടി വെച്ച് ഞാൻ അവനെ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇങ്ങനെ അടി പൊട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ നേരെ മിണ്ണാമിണ്ണനെ പോലെ ഇങ്ങനെ ഇരിക്കുക. ഇവനെ പോലുള്ളവനൊക്കെയാണ് ഈ നാടിൻ്റെ ശാപം. മനസ്സിലായില്ലേ? പുതുതലമുറ എന്ത് കണ്ടാലും ഇങ്ങനെ ഇത് മാത്രം ഇങ്ങനെ ഇരുന്നോളൂ, അല്ലെങ്കിൽ ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇരുന്നോളൂ, ഇടപെടരുത്. അവനെ മാത്രമല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ അപ്പുറം ഒരു ചേട്ടനും ഇരിപ്പുണ്ട്, എല്ലാം കണക്കാ. ആ കണ്ടക്ടർ ആണെങ്കിലും ജസ്റ്റ് വന്നൊന്ന് തല വെച്ചു പോയി, കൂടുതലൊന്നുമില്ല. എന്നാൽ പെങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കട്ടെ വണ്ടി, ഒന്നുമില്ല. കഷ്ടം. ഇനിയും ആ പെങ്കൊച്ച്, ഈ മോശം അനുഭവം ഉണ്ടായ പെൺകുട്ടി ഇപ്പം നമ്മളോട് സംസാരിച്ച അല്ലെങ്കിൽ പൊട്ടിച്ച പെൺകുട്ടിയുടെ അനിയത്തി, അവൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കാണാം. അമ്മാവന് ഉറയ്ക്കണം, അമ്മാവന് ഉറച്ചു കൊടുത്തു, നന്നായിട്ട് ഉറച്ചു കൊടുത്തു അമ്മാവന്. അമ്മാവന് ബാക്കി ഇനി അമ്മാവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടാൻ പാത്രമുള്ള പരിപാടി വെക്കട്ടെ. നന്നായിട്ട് അങ്ങ് ഉറച്ചു കൊടുത്തിട്ടുണ്ട് അമ്മാവന്. അവൻ പെരുമ്പാവൂർ സ്റ്റാൻഡ് കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാ. ഞങ്ങൾ വന്നിരുന്നത് വേറൊരു ചേട്ടനാണ് ഇരിക്കാൻ വന്നത്, അയാൾ തട്ടി മാറ്റി വേഗം വന്ന് ഒരു പെട്ടിയും പിടിച്ചോണ്ടിരുന്ന. അങ്ങനെ വെള്ളം കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. വന്നിരുന്ന് കഴിഞ്ഞിട്ടങ്ങ് ചേർന്ന് കൈ അങ്ങോട്ട് വരും അകത്തേക്ക് അങ്ങോട്ട് അവൻ്റെ അമ്മൂമ്മനെ നായ കെട്ടിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ സൂചന കൊടുത്തു, നീ ഇത് ഒരു അടിക്കുള്ള ചാൻസ് വരുന്നുണ്ട്, നോക്കിയിരുന്നോളാൻ പറഞ്ഞു. സഹിച്ച് അങ്ങ് സഹിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നിവർത്തി ഇല്ലാണ്ടപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു എഴുന്നേറ്റോളം പറഞ്ഞു. മനസ്സിലായോ? അപ്പം തന്നെ ഇവിടെ എഴുന്നേറ്റു നൈസായിട്ട് അങ്ങോട്ട് പോയപ്പോൾ ഇയാൾ വേഗം ബാഗൊക്കെ മാറ്റി കൊടുക്കുന്നു. ഇവിടെ അടിക്കാൻ പോണത് അയാൾക്ക് അറിയില്ലല്ലോ. ഇവിടെ കൈക്ക് വയ്യല്ലോ, ഭയങ്കര ഡീസൻമാനാ. കൈ തട്ടാതിരിക്കാൻ എൻ്റെ മടിയിലിരുന്ന് ബാഗ് മാറ്റി കൊടുക്കുന്നു, കാല് മാറ്റി കൊടുക്കുന്നു, പെട്ടി മാറ്റി കൊടുക്കുന്നു. പുള്ളിക്കറിയില്ലല്ലോ 2 കൊടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് ചെല്ലണേന്ന് പുള്ളീനെ. എന്ന് 2 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം പുള്ളി അപ്പോഴത്തേക്കും നല്ല പുള്ളി കഴിച്ചു. അവനെ വെറുതെ അല്ല, ഇങ്ങനെയുള്ള ഡീസന്റ് മനുഷ്യന്മാരെയാണ് നമ്മൾ ആദ്യമേ ഒന്ന് നോട്ടമിട്ട് വെക്കണ്ടേ.
വെള്ളയൊക്കെ ഇട്ട് വളരെ മാന്യനായിരിക്കും. നാട്ടുകാരുടെ മുമ്പിൽ വളരെ നല്ല മാന്യനായിരിക്കും, മനസ്സിലായില്ലേ? സ്വന്തം നാട്ടിലൊക്കെ ചിലപ്പം വളരെ ഡീസൻ്റ് ആയിരിക്കും. പക്ഷെ ഒതുക്കത്തെ കിട്ടിയ സ്വന്തം മോളെ പോലും വെറുതെ വിടത്തില്ല ഇതുപോലുള്ള കുണ്ടകളൊക്കെ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇവൻ്റെയൊക്കെ വീട്ടിൽ പെമ്മക്കളുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ ഭാര്യ ഒന്ന് സൂക്ഷിച്ചു. ചിലപ്പോൾ ആ കൊച്ചിനെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഇവൻ്റെ മോളുടെ മോക്ക് കൊച്ചു കാണും, അതൊക്കെ ഒരു പെങ്കൊച്ചാണെങ്കിൽ അതിനൊന്നും ഒരിക്കലും വീട്ടിൽ ഇരുത്തിയിട്ട് പോലും ഈ കിളവരൊക്കെ ചിലപ്പോൾ എന്നാ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ കേൾക്കാറുണ്ടല്ലോ അങ്ങനത്തെ വാർത്തകളും. ഇത് ആ കുടുംബത്തിനും ഒരു എന്താണ്, അവരും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് വന്നത്. ഒന്ന് സൂക്ഷിച്ചു ഇവനെയൊക്കെ, ചിലപ്പോൾ എന്തും ഇവനൊക്കെ കാണിക്കും വീട്ടിൽ. പിന്നെ ഈ പെൺകുട്ടിയെ ഇടയ്ക്ക് പറയുന്നുണ്ട് സഹിച്ചിരുന്നു. ഒരിക്കലും സഹിച്ചിരിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും ഇതുപോലുള്ള നാറികളൊന്നും സഹിച്ചിരിക്കേണ്ട. സ്പോട്ടി കൊടുക്കണം. കൈ വരുന്ന കണ്ടു വീഡിയോ ജസ്റ്റ് അപ്പുറത്തുനിന്ന് ഓണാക്കുക, എണീക്ക ചെക്കലം നോക്കി കൊടുക്കുക നല്ല കാനത്തിൽ. ഇവൻ്റെയൊക്കെ എവിടെ കൊടുക്കണ്ടെന്നറിയോ? ഇവനൊക്കെ പിന്നെ അനങ്ങരുത്. ഇവനൊക്കെ എന്താണോ പൊങ്ങുന്ന സാധനം അടിച്ചങ്ങ് പൊട്ടിച്ചേക്കണം. അത്രേ ഉള്ളൂ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. പിന്നൊന്നും ഇവനൊരു ഫീലിങ്സ് ഉണ്ടാവരുത്, മനസ്സിലായില്ലേ? ഞാനിത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണും, താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.